ബാക്കി വന്ന നൂലപ്പം കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിനെന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മുട്ട വേണ്ടത്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇനി അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയാ സോസ്, ഇനി കുറച്ച് സുർക്ക, 1 ടീസ്പൂൺ സുർക്ക കേട്ടോ, അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ മുട്ട മാറ്റി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ നൂലപ്പം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്താൽ നമ്മളെ ഈ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡിഷായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.